ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വീൽസ്. മരുതമല അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ച് ഗാന്ധിപുരത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഒരു കാർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. GD കാർ മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. ഇവിടുന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് മ്യൂസിയത്തിൻ്റെ അങ്ങോട്ടേക്ക് ബസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നടന്ന ആകെ ഞാൻ മടുത്തുപോയി. എല്ലാവരും ബസ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എവിടെയാണ് ബസ്, അല്ല ഏത് നമ്പർ ബസ്സാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊന്നും പറഞ്ഞു തരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര തിരക്ക്. തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ലൊക്കേഷൻ അങ്ങിട്ടു. ഇവിടുന്ന് 2.6 കിലോമീറ്റർ ആയിരുന്നു ദൂരം ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഒരു 100 രൂപയുടെ തൊപ്പിയും മേടിച്ചങ്ങ് തലയിലിട്ടിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. പോകുന്ന വഴിയിൽ ടെന്നീസും സ്ക്വാഷൊക്കെ പഠിപ്പിക്കുന്ന കോച്ചിങ് സെൻറ്റർ കണ്ടു. ഓഫീസേഴ്സ് ക്ലബ്ബ് എന്നാണ് ആ ഒരു അക്കാദമിയുടെ പേരുണ്ടായിരുന്നത്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് അക്കാദമിയിലേക്ക് അങ്ങോട്ട് കയറാനൊന്നും നോക്കിയില്ല. ഞാൻ നേരെ മുന്നിലേക്ക് നടന്നു. കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ആ ഒരു വഴിയിലാണ് നമ്മുടെ മ്യൂസിയം ഉള്ളത്. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നടന്നു പോകുന്നവർക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഇവിടുത്തെ ഓട്ടോക്കാരാണെങ്കിൽ കഴുത്തറുക്കുന്ന പൈസയാണ് മേടിക്കുന്നത്. കുറേ ഓട്ടോക്കാരോട് ഞാൻ ചോദിച്ചു എത്ര രൂപയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതെന്നൊക്കെ. അവർ പറഞ്ഞ പൈസക്ക് നമുക്കൊരു 2 ബിരിയാണി മേടിച്ച് തന്നാം. അത്രയും പൈസയാണ് ഈ ഒരു 2.5 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഗേറ്റിൽ തന്നെ ഈ മ്യൂസിയത്തിലേക്ക് കയറാനുള്ള എൻട്രി ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാർ മ്യൂസിയം കൂടാതെ തന്നെ സയൻസ് മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും എൻട്രി ഫീസും ഡിഫറെൻ്റ് ആണ്. ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ഈ ഒരു മ്യൂസിയം ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ചൊവ്വ തൊട്ട് ഞായർ വരെ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസും എഴുതി കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ ഉള്ളിലേക്ക് വന്നു. ഈ കാണുന്നതാണ് ഉള്ളിലേക്കുള്ള വഴി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 125 രൂപയാണ് കാർ മ്യൂസിയം കാണാനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത്. ആ ഒരു ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കയ്യിൽ കെട്ടാനുള്ള ഒരു ബാൻഡ് കൂടെ തരും. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. നമുക്ക് പോകുന്ന അവിടെ തന്നെ സന്ദർശകർക്കുള്ള കുറച്ച് റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മോസ്റ്റ് എക്സ്ക്ലൂസീവും യുണീക്കും ആയിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത കാറുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും നോക്കാം അല്ലേ. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു GD കാർ മ്യൂസിയത്തിൻ്റെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് കയറുന്ന അവിടെ തന്നെ ഒരു ചേച്ചി, ഒരു പ്രതിമ ചേച്ചി തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട്. ഒരു 3 വീലുള്ള സൈക്കിൾ പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ആ ഒരു പ്രതിമയുള്ളത്. ഈ കാണുന്നത് ഒരു എയ്റോ മോഡൽ കട്ട് എൻജിനാണ്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവർ വന്നിട്ട് എൻജിനൊക്കെ ഓണാക്കി കാണിച്ചു തന്നു. എന്താ അല്ലേ, ഒരു 250 cc എൻജിനാണ് ഈ കാണുന്നത്. എന്തായാലും അടിപൊളി. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫോർഡിൻ്റെ T റോഡ്സ്റ്റർ എന്ന വണ്ടിയാണ്. 1926 നിർമ്മിച്ച ഈ വണ്ടി ഇൻലൈൻ 4 സിലിണ്ടറും 2 സ്പീഡുമാണ്. 20 ഹോഴ്സ് പവർ ആണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു വൈറ്റ് വണ്ടി ഹെർബി ഫുള്ളി ലോഡഡ് സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബട്ട് ഇത് വോക്സ് വാഗൻ്റെ ബഗ് അല്ല, നേരെ മറിച്ച് ബീറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. 1969 നിർമ്മിച്ച ഈ വണ്ടി 1500 cc ആണ്. നെക്സ്റ്റ് ഒരു മഞ്ഞ വണ്ടിയാണ്. ലോഗോ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. സിട്രോൻ്റെ വണ്ടിയാണ്. സിട്രോൺ 2CV എന്ന മോഡൽ വണ്ടിയാണിത്. 1948 ഉണ്ടാക്കിയ ഇവന് 375 cc എൻജിനാണ് ഉള്ളത്. നെക്സ്റ്റ് കാണുന്നത് ഇറ്റലിക്കാരുടെ വണ്ടിയാണ്. ഫിയാറ്റിൻ്റെ നോവ 500 എന്ന മോഡൽ വണ്ടിയാണിത്. 479 cc 2 സിലിണ്ടർ എയർ കൂൾഡ് എൻജിൻ വരുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 1957 നിർമ്മിച്ചത്. അതുകൂടാതെ തന്നെ റിയൽ വീൽ ഡ്രൈവാണ് ഈ വണ്ടിക്ക് വരുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു വണ്ടി ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ്റെ മിനി മെയ്ഫെയർ എന്ന വണ്ടിയാണ്. 1984 നിർമ്മിച്ച വണ്ടിക്ക് 998
CC എഞ്ചിനാണ് ഉള്ളത്. ഇപ്പോൾ കാണുന്ന ഈ വണ്ടി ഒരു കിടിലൻ സ്റ്റൈലിഷ് വണ്ടിയാണ്. നല്ല ബട്ടർഫ്ലൈ ഡോറൊക്കെ വെച്ചിട്ട് തന്നെ എന്തൊരു കിടു ലുക്കാണല്ലോ കാണാൻ. 1991 നമ്മുടെ സ്വന്തം ടൊയോട്ട നിർമ്മിച്ച സെറ എന്ന മോഡൽ വണ്ടിയാണിത്. ജാപ്പനീസ് ടെക്നോളജിയിൽ 1496 CC കരുത്തിൽ നിർമ്മിച്ച ഇവന് 108 bhp പവറാണ് ഉള്ളത്. നെക്സ്റ്റ് ഈ കാണുന്ന വണ്ടിയും ഗ്ലാമറിലൊട്ടും മോശമൊന്നുമല്ല. ഈ വണ്ടിയൊക്കെ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു റോഡ് പ്രസൻസ് അടിപൊളിയായിരിക്കും അല്ലേ. ഇത് മസ്ദയുടെ RX-8 എന്ന മോഡലാണ്. ജപ്പാൻ തന്നെയാണ് ഇവൻ്റെയും ഒറിജിൻ. 2004 നിർമ്മിച്ച ഇവന് 1300 CCയും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 235 km/h കൂടിയാണ്. അയ്യവ പൊളിക്കും. ആ ഒരു വണ്ടിയുടെ റിയറിലുള്ള ലുക്കും അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. നെക്സ്റ്റ് കാണുന്ന വണ്ടി സുബരു എന്ന ജാപ്പനീസ് കമ്പനിയുടെ തന്നെ റെക്സ് എന്ന മോഡലാണ്. REX എന്ന മോഡലാണ്. 2 സിലിണ്ടറിൽ 655 CCയിൽ ഓടുന്ന ഇവനെ നിർമ്മിച്ചത് 1985 ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബൈക്ക് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റർ ബീനൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തായാലും ഈ ഒരു വണ്ടി മറക്കാൻ വഴിയില്ല. വെറും 49 CC മാത്രം പവറുള്ള 2 സ്ട്രോക്ക് എഞ്ചിൻ വെച്ചിട്ട് പുറത്തിറക്കിയ വെലോസോളക്സ് എന്ന ഈ വണ്ടി ഫ്രഞ്ചുകാരാണ് കൊണ്ടുവന്നത്. ഈ കാണുന്നത് നേരത്തെ കണ്ട ടൊയോട്ടയുടെ സെറയുടെ റിയർ സൈഡ് വ്യൂ ആണ്. ആ ഒരു ബട്ടർഫ്ലൈ ഡോറാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഭീമാകാരനായിട്ടുള്ള കാർ ഇരിക്കുന്നുണ്ട്. ഇതാ കിടക്കുന്ന ലിമോസിൻ. കാഡിലാക് മോട്ടോർ കാർ ഡിവിഷനും ജനറൽ മോട്ടോഴ്സും ചേർന്ന് 1997 നിർമ്മിച്ച ഡെവിൾ ലിമോസിൻ. USA ആണ് ഇവൻ്റെ ജന്മദേശം. 4600 CCയിൽ 269 bhp പവറാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. വണ്ടിക്കുള്ളിൽ യാത്ര പോകുമ്പോൾ വെള്ളമടിക്കാനുള്ള ഗ്ലാസും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അത് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പുറത്തേക്കൂടെ. ഈ ഒരു കുഞ്ഞു ക്യാമറയുടെ ഒരൊറ്റ ഫ്രെയിമിൽ ഈ ഒരു സാധനത്തിനെ കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അത്രയും നീളമല്ലേ ഈ വണ്ടി കാണാൻ. എന്തായാലും ഈ സാധനത്തിന് നേരിട്ട് കണ്ടതിൽ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ഉള്ള വണ്ടി കാഡിലാക്കിൻ്റെ തന്നെ സെവൽ STG എന്ന മോഡൽ വണ്ടിയാണ്. 1993 നിർമ്മിച്ച USA ഒറിജിനായിട്ടുള്ള ഇവന് 4915 CCയും 196 bhp പവറുമാണ് ഉള്ളത്. ഇത് വീണ്ടും ഒരു മഞ്ഞ വണ്ടി വന്നിരിക്കുകയാണ്. 1949 പെക്കാർഡ് മോട്ടോർ കാർ എന്ന കമ്പനി പുറത്തിറക്കിയ സൂപ്പർ 8 എന്ന വണ്ടിയാണിത്. USA തന്നെയാണ് ഇതിൻ്റെയും ഒറിജിനായിട്ട് വരുന്നത്. 5361 CC ഉള്ള ഇവന് 145 ഹോഴ്സ് പവറാണ് ഉള്ളത്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ഗ്രില്ലൊക്കെ ഉള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ള വണ്ടിയാണ്. ജനറൽ മോട്ടോഴ്സ് എന്ന USA ബേസ്ഡ് കമ്പനി തന്നെ പുറത്തിറക്കിയ ഓൾസ് മൊബൈൽ ഡെൽറ്റ 88 എന്ന വണ്ടിയാണിത്. ഒരു റൂഡായിട്ടുള്ള ലുക്കാണല്ലേ വണ്ടിക്കുള്ളത്. 1980 നിർമ്മിച്ചവന് 3785 CC ഡീസൽ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ വലിയ ലെങ്ത് തോന്നിക്കുന്ന ഇവനൊരു സെഡാൻ വണ്ടി കൂടെയാണ്. അടുത്തത് ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഒരു കാറാണ്. 1947 ജനറൽ മോട്ടോഴ്സും ഷെവർലെയും ചേർന്ന് നിർമ്മിച്ച ഫ്ലീറ്റ് മാസ്റ്റർ സീരീസ് 2100 EK എന്ന മോഡൽ വണ്ടിയാണിത്. എമ്മാതിരി പേരല്ലേ. ആ ഒരു പേര് ആ കാറിൽ എഴുതി വെക്കണ തന്നെ കുറേ സ്ഥലം വേണ്ടി വരും. USA ഒറിജിനായ ഇവന് 6 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. 90 ഹോഴ്സ് പവർ കൂടിയുള്ള വണ്ടിയാണിത്. നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ഒരു മോഡൽ വണ്ടി. 1931 ഷെവർലെ പുറത്തിറക്കിയ AE ഇൻഡിപെൻഡൻസ് എന്ന മോഡൽ വണ്ടിയാണ്. 3179 CC ഉള്ള 4 ഡോർ വണ്ടി കൂടിയാണിത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വെളുത്ത കുട്ടപ്പൻ ഇരിക്കുന്നുണ്ട്. അവനും പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബ്ലൂ കളർ വണ്ടിയൊക്കെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അഗ്രസീവ് ലുക്കാണ് തോന്നിക്കുന്നത്. നമ്മുടെ ഈ മഹീന്ദ്രയുടെ മേജർ ജീപ്പിൻ്റെ ഒക്കെ മുമ്പിൽ വന്ന ആ ഗ്രില്ലും ആ ഒരു ഹെഡ്ലൈറ്റൊക്കെ നോക്കുന്ന സമയത്തൊരു അഗ്രസീവ് ലുക്കല്ലേ ഉള്ളത്. ആ ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു കാറുകൾക്കൊക്കെ ഉള്ളത്. അങ്ങനെ താഴത്തെ നിലയിലെ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മുകളിലത്തെ 2ാം നിലയിലേക്ക് വന്നു. ഇവിടെ കൂടുതലും ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള വണ്ടികളാണുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി നിർമ്മിച്ച വണ്ടികളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കൊഞ്ഞം വണ്ടിയാണുള്ളത്.
യുണൈറ്റഡ് മോട്ടോഴ്സ് നിർമ്മിച്ച ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണിത്. അതിൻ്റെ ഒരു മോഡലായിരിക്കും. ഇനി ഇത് കാറാണോ എന്ന് എനിക്കറിയില്ല, പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവാം മേ ബി. നെക്സ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള യെല്ലോ കളറിലുള്ള 2006 റെവ ഇലക്ട്രിക് എന്ന കമ്പനി നിർമ്മിച്ചിട്ടുള്ള റെവ എന്ന പേര് തന്നെ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് കാറാണ്. ഒരു ക്യൂട്ട് കുഞ്ഞൻ കാറ്. നെക്സ്റ്റും ഒരു 2 സീറ്റർ വൈറ്റ് കളർ വണ്ടി തന്നെയാണ് ഉള്ളത്. 1980 ഇറാഡ് ഓട്ടോമൊബൈൽസും ഫ്രാൻസും കൂടി ചേർന്ന് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കാറിൻ്റെ പ്രോട്ടോടൈപ്പാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ കുറേ കേട്ടിട്ടുള്ള നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ 1948 നിർമ്മിച്ച മോറിസ് മൈനർ എന്ന മോഡൽ വണ്ടിയാണ്. ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണിത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇന്ത്യൻ റോഡുകൾ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഐറ്റമാണുള്ളത്. മറ്റാരുമല്ല, അംബാസഡർ. 1957 ഈ കാണുന്ന ഐറ്റം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് വണ്ടിയും HM എന്ന ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ തന്നെ 1984 നിർമ്മിച്ച കോണ്ടസ ക്ലാസിക് ആണ്. നെക്സ്റ്റ് വണ്ടി പ്രീമിയർ ഓട്ടോമൊബൈൽസ് നിർമ്മിച്ച ഫിയാറ്റ് 1100 അഥവാ അല്ലെങ്കിൽ മിലിസെൻറ്റോ എന്ന മോഡൽ വണ്ടിയാണ്. 1955 ഇവനെ നിർമ്മിച്ച് റോഡിലേക്ക് ഇറക്കിയത്. നെക്സ്റ്റ് വണ്ടി ബജാജിൻ്റെ ഓട്ടോ ലിമിറ്റഡ് എന്ന കമ്പനി 1980 നിർമ്മിച്ച ബജാജ് PTV എന്ന മോഡൽ വണ്ടിയാണ്. ഇതുപോലത്തെ വണ്ടി മിസ്റ്റർ ബീനിലുണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ തലതിരിഞ്ഞ് മറിഞ്ഞു വീഴുന്ന ഒരു വണ്ടി. അത് കണ്ടിട്ടുള്ളവർക്കറിയാം, ആ ഒരു പിക്ചർ പെട്ടെന്ന് കിട്ടും. ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു വിഷ്വൽസാണ് ഇങ്ങനെ ഓർമ്മ വരുന്നതും. നെക്സ്റ്റ് കാണുന്ന ഈ വണ്ടിയും 3 വീലർ തന്നെയാണ്. ബജാജ് തന്നെ നിർമ്മിച്ച 1962 പുറത്തിറക്കിയ 3 വീൽ ടെമ്പോ ഹാൻഡ് സീറ്റ് എന്ന മോഡൽ വണ്ടിയാണിത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഈ ഒരു റെഡ് കളറായിട്ടുള്ള ഒരു രാജാവും ഒരു കാലത്ത് ഇന്ത്യൻ റോഡ് ഭരിച്ചിരുന്നവനാണ്. മാരുതി ഉദ്യോഗ് ലിമിറ്റ് എന്ന കമ്പനി പുറത്തിറക്കിയ 1983 നിർമ്മിച്ച മാരുതി SS80 എന്ന വണ്ടിയാണിത്. അടുത്തതും മാരുതി നിർമ്മിച്ച തന്നെ 1997 പുറത്തു കൊണ്ടുവന്ന ഒരു കിങ്ങാണ്, സാക്ഷാൽ മാരുതി ജിപ്സി കിങ്. ഇതിനെക്കുറിച്ചൊന്നും അധികം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ വണ്ടിപ്രാന്തെങ്കിലും ഉള്ളവന് ഈ ഒരു വണ്ടിയൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാകും, അറിയുന്നതും കൂടി ആയിരിക്കും. ഈ പഴയ വണ്ടികളുടെയൊക്കെ ലുക്ക് എന്ന് പറയുന്നത് ഒരു മാരക ലുക്ക് തന്നെയാണ്. ആ ഒരു ലുക്കൊന്നും ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊന്നും കിട്ടുന്നില്ല. ആ ഒരു അഗ്രസീവ്നെസ്സും അതൊക്കെ പഴയ വണ്ടികൾ തന്നെ വേണം. അടുത്തത് കുറച്ച് വലിയ വണ്ടിയാണ്. ഷെവർലെയും എക്ലസ് മോട്ടോർ കാരവാൻസും ചേർന്ന് 1930 നിർമ്മിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാരവാനാണിത്. 94 വയസ്സായി ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സാധനത്തിന്. കാരവാൻ മുത്തശ്ശൻ എന്നൊക്കെ ഇതിനെ നമുക്ക് വിളിക്കേണ്ടി വരുമല്ലേ. സ്വാതന്ത്ര്യത്തിന് മുന്നേ പുറത്തിറങ്ങിയ സാധനമാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടാറ്റയുടെ സ്വന്തം നാനോയുടെ ഒരു ഹാഫ് കട്ട് മോഡലാണ്. അതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിലാണ് അവിടെ ഒരു ഹാഫ് കട്ട് മോഡലാക്കി വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ കണ്ട ഫുള്ള് കാറുകളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൂടി ആഡ് ചെയ്താൽ ഈ ഒരു വീഡിയോ അങ്ങെത്തും, ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ വീഡിയോയിൽ എല്ലാം കൂടി അങ്ങ് ആഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ വേറെ വണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങളൊരു വണ്ടി പ്രാന്തനാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഈ ഒരു മ്യൂസിയം. നെക്സ്റ്റ് വണ്ടിയും ഒരു സെഗ്മെൻറ്റ് കിങ് ആണ്, മിറ്റ്സുബിഷിയുടെ സാക്ഷാൽ പജേറോ. ജപ്പാൻ തന്നെയാണ് ഇവൻ്റെയും ജന്മദേശം എന്ന് പറയുന്നത്. 1990 മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ കാറുകളുടെ ഒരു ലോകം തന്നെയാണ്. വെറൈറ്റി കളറുകളിൽ കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ എന്താ ലുക്ക് എന്നറിയാം. അത് നിങ്ങളവിടെ വന്നിട്ട് തന്നെ ആസ്വദിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാറിൻ്റെ ലോകത്തിനോട് വിട പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഔട്ട് ബൈ വെറൈറ്റി വീൽസ്.